ദിവസം വ്ളാഡിമിർ പുടിൻ ഒരു വിദേശ യാത്ര നടത്തി ചൈനയിലേക്ക്. പുടിൻ അധികാരത്തിൽ കയറിയതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ വിദേശ പര്യടനമായിരുന്നു ഇത്. റഷ്യ ചൈനയിലേക്ക് തിരിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിസിറ്റ് ചൈനയിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെയൊരു സന്ദർശനം നടത്താനുള്ള ഒരു പ്രധാന കാരണം റഷ്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ 2 വർഷമായിട്ട് നടക്കുന്ന ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ചൈനയുടെ രാഷ്ട്രീയ പിന്തുണയുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ മറ്റു പല രാജ്യങ്ങളും റഷ്യയുമായിട്ട് ഉപരോധത്തിലാണ്. പക്ഷേ റഷ്യയിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ് ഈ പറയുന്ന ചൈന. അതുകൊണ്ട് തന്നെ ചൈനയുമായുള്ള നല്ലൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. ചൈനയുടെ ഹിലോജിയാങ് എന്ന് പറഞ്ഞ ഒരു പ്രവിശ്യയിൽ പുടിൻ സന്ദർശിച്ചിരുന്നു. ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ചൈനീസ് എക്സ്പോയും അതുപോലെ തന്നെ ചൈനീസ് ഫോറങ്ങളും പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പണ്ട് ചൈനയും റഷ്യയുമായിട്ടുള്ള അതിർത്തി പിരിമുറുക്കങ്ങളിൽ പണ്ട് മുതലേ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഇതെല്ലാം 2 അയൽക്കാർക്കിടയിലും സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. റഷ്യയും ചൈനയും ഒരു ബായ് ബായ് ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ 1962 ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബായ് ബായ് ബന്ധം നിലനിന്ന ഒരു രാജ്യമാണ് ഇന്ത്യയും ചൈനയും. ഇപ്പൊ ഹിന്ദി ചീനി ബായ് ബായ് എന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ 2024 ആയപ്പോഴേക്കും ഈ ഒരു ബന്ധം മാറി മറിയുന്നതാണ് കാണുന്നത്. ഇപ്പം ഇന്ത്യയും ചൈനയുമായുള്ള ഈ ഒരു ഭായ് ബന്ധം ശത്രുബന്ധമായിട്ട് മാറി അല്ലെ. റഷ്യയോടുള്ള ഈ ഒരു ബന്ധവും താമസിയാതെ തന്നെ മാറി മറിയാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് എതിരാളികളായിരുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന റഷ്യ എന്നത്. അതായത് അന്ന് 4200 കിലോമീറ്റർ, അതായത് 2600 മൈൽ ദൂരം അതിർത്തി പങ്കിട്ടിരുന്ന ഒരു രാജ്യമാണ് ഇന്ന് സമീപ വർഷങ്ങളിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പുടിനും സിയും 40-ലധികം തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചൈനയാണെങ്കിലും ഇനി റഷ്യ ആണെങ്കിലും തന്ത്രങ്ങൾ നന്നായി മെനയാൻ അറിയുന്ന 2 രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ജനാധിപത്യം പ്രചരിപ്പിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ നിയമസാധുത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ സിയും പുടിനും കാണുന്നത്. ഇപ്പൊ ഇരു രാജ്യങ്ങളും സ്വേച്ഛാധിപത്യ ഭരണം ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉക്രൈനിൽ യുദ്ധത്തിനായിട്ട് ചൈന റഷ്യക്ക് ആയുധങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും റഷ്യയുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി മോസ്കോയെ പിന്തുണച്ച ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന ചൈന. ആ സമയത്ത് മോസ്കോയ്ക്ക് എതിരായ പാശ്ചാത്യ ഉപരോധത്തെ ഈ ചൈന ശക്തമായിട്ട് അപലപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റഷ്യ തുടർച്ചയായിട്ട് ബെയ്ജിങ്ങിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം റഷ്യയുടെ യുദ്ധ മിസൈലുകളും അതുപോലെ തന്നെ ഈ ടാങ്കുകളും വിമാനങ്ങൾ അതുപോലെ മറ്റ് ആയുധങ്ങളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മെഷീൻ ടൂളുകൾ, അതുപോലെ മൈക്രോ ഇലക്ട്രോണിക്, ഇതിന്റെ എല്ലാം വിതരണങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഈ ചൈനയാണ് റഷ്യയിലേക്ക് ഇത് വിപുലീകരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ US-ന്റെ വിലയിരുത്തലുകൾ അനുസരിച്ച് 2022 ചൈനയിൽ നിന്നും 90% മൈക്രോ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ 70% മെഷീൻ ടൂളുകളും റഷ്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്ക പറയുന്നത് ചൈനയുടെ പിന്തുണ ഇല്ലാതെ ഉക്രൈനെതിരെ ആക്രമണം നിലനിർത്താൻ റഷ്യ പാടുപെടുമെന്നാണ്. അതായത് ചൈനയാണ് റഷ്യയുടെ മറ്റൊരു ശക്തി എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്. റഷ്യയുടെ ഈ സൈനിക ശക്തി നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ളത്. അവിടുത്തെ ഒരു മിലിറ്ററി ഫോഴ്സ് ചൈനയുടെ ഫോഴ്സും അതുപോലെ തന്നെ ഒട്ടും പിന്നിലൊന്നുമല്ല. ഈ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിന്നാൽ ലോകരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരു മിലിറ്ററി പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. ഇവിടെ റഷ്യയുടെയും ചൈനയുടെയും ഈ ഒരു ഭായ് ബന്ധം ഇന്ത്യക്ക് ഭീഷണി ആകുമോ എന്നുള്ളതാണ് ഉയരുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ തന്നെയാണെങ്കിലും ചൈനയുമായുള്ള റഷ്യയുടെ നയതന്ത്ര ബന്ധം
ഇന്ത്യക്ക് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. ചൈനയുടെ ഈ റഷ്യൻ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യയെ തകർക്കാനുള്ള ചൈനയുടെ ലക്ഷ്യത്തിന്റെ ആദ്യ ചുവടുപടി എന്ന് തന്നെയാണ് ഇതിന് പറയാം. ഇന്ത്യ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി നല്ല ബന്ധത്തിൽ തുടരുകയാണെങ്കിലും ചൈനയുടെ റഷ്യയുമായുള്ള ഈ ഒരു ബന്ധം ഇന്ത്യക്ക് വെല്ലുവിളി തന്നെ ആയിരിക്കും.